നെല്ല് സംഭരണത്തിൽ കർഷകർക്ക് വൻ തുക കുടിശ്ശിക നൽകാനുണ്ടെന്നും നെല്ല് സംഭരിക്കാതെ കെട്ടിക്കിടക്കുകയാണെന്നും ചൂണ്ടിക്കാട്ടി നിയമസഭയിൽ അടിയന്തര പ്രമേയ നോട്ടീസ്. കേന്ദ്ര വിഹിതം വർദ്ധിപ്പിച്ചിട്ടും സംസ്ഥാന വിഹിതം വർദ്ധിപ്പിച്ചില്ലെന്ന് പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി. അതേസമയം കുടിശ്ശിക കൊടുത്തതിന്റെ കണക്കുകൾ സഭയിൽ വയ്ക്കാൻ തയ്യാറാണെന്ന് ഭക്ഷ്യമന്ത്രി മറുപടി നൽകി. തുടർന്ന് അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതോടെ പ്രതിപക്ഷം നിയമസഭയിൽ നിന്നും ഇറങ്ങിപ്പോയി. പാടശേഖരങ്ങളിൽ നെല്ല് കെട്ടിക്കിടക്കുന്ന സാഹചര്യവും നെല്ല് സംഭരണത്തിന്റെ കുടിശ്ശിക നൽകാനുള്ളതും ചൂണ്ടിക്കാട്ടിയാണ് പ്രതിപക്ഷം അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. മില്ലുടമകൾ നെല്ല് സംഭരണത്തിൽ നിന്ന് പിന്മാറുന്നത് തടയുന്നതിൽ സർക്കാർ പൂർണ്ണ പരാജയമെന്ന പ്രമേയത്തിന് നോട്ടീസ് നൽകി അനൂപ് ജേക്കബ് ആരോപിച്ചു. നെൽകാർഷിക മേഖല വലിയ രീതിയിലുള്ള പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നു എന്നുള്ളത് വസ്തുത തന്നെയാണ്. മന്ത്രി ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഈ സംഭരണം സങ്കീർണമായൊരു പ്രക്രിയയാണ്. അത് അന്ന് തന്നെ അത് സമ്മതിക്കുന്നുണ്ട്. ഈ സങ്കീർണമായ പ്രക്രിയ ഇപ്പോഴും ആ സങ്കീർണതയിൽ തന്നെ മുമ്പോട്ട് പോവുകയും പല പാടശേഖരങ്ങളിലും കൊയ്ത്ത് കഴിഞ്ഞ് നെല്ലെടുക്കാതെ കിടക്കുന്ന സന്ദർഭങ്ങൾ ഇപ്പോഴും തുടരുന്നു എന്നുള്ളതാണ്. ഇപ്പൊ ഈ കർഷകര് അവര് കൃഷിയിലേക്ക് ഇറങ്ങുമ്പോൾ അവര് ബാങ്ക് ലോൺ എടുത്തും കടം വാങ്ങിച്ചും സ്വർണം പണയം വെച്ചുമൊക്കെയാണ് ഈ കർഷകര് കൃഷിയിലേക്ക് ഇറങ്ങുന്നത്. ആ ഇറങ്ങുന്ന കർഷകര് അവരുടെ നെല്ല് പാടശേഖരങ്ങളിൽ കൂട്ടിയിട്ടിരിക്കുന്ന ദയനീയമായ കാഴ്ച ഇന്നും കാണുമ്പോൾ അത് സ്വാഭാവികമായിട്ടും വലിയൊരു പ്രതിഷേധം ഉയരും അക്കാര്യത്തിൽ. ഓഡിറ്റ് റിപ്പോർട്ട് കൃത്യമായി കേന്ദ്രത്തിന് നൽകാത്തതിനാൽ സംസ്ഥാനത്തിന് കിട്ടാനുള്ളത് പോലും ലഭിക്കുന്നില്ലെന്ന് പ്രതിപക്ഷം. എന്നാൽ ആരോപണങ്ങൾ തള്ളിയ ഭക്ഷ്യമന്ത്രി GR അനിൽ നെല്ല് സംഭരണത്തിൽ കുടിശ്ശിക നൽകാനില്ലെന്നും 2025 ഫെബ്രുവരി വരെയുള്ള കണക്കുകൾ നിയമസഭയിൽ വയ്ക്കാൻ തയ്യാറാണെന്നും പറഞ്ഞു. സംശയം വേണ്ട സാർ, 2025 ഫെബ്രുവരി 28 വരെ കർഷകരിൽ നിന്ന് സംഭരിച്ച നെല്ലിന്റെ വില ലിസ്റ്റ് സഹിതം ഞാൻ ഈ മേശപ്പുറത്ത് വയ്ക്കാൻ തയ്യാറാണ്. അതിനനുസരിച്ച് സർക്കാർ ആ നടപടികൾ ഊർജിതമായി ചെയ്തിട്ടുണ്ട്. മന്ത്രിയുടെ മറുപടിക്ക് പിന്നാലെ അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അനുമതി നിഷേധിച്ചു. വാക്കൌട്ട് പ്രസംഗം നടത്തിയ പ്രതിപക്ഷ നേതാവ് സംസ്ഥാന സർക്കാർ സപ്ലൈകോയ്ക്ക് നൽകാനുള്ള കോടിക്കണക്കിന് തുകയുടെ കണക്കുകൾ നിരത്തി. നെല്ല് സംഭരണ തുക കേന്ദ്രം 19 രൂപയിൽ നിന്ന് 23 ആക്കി ഉയർത്തിയപ്പോൾ സംസ്ഥാനമാകട്ടെ 8 രൂപയിൽ നിന്ന് 5 ആക്കി കുറയ്ക്കുകയാണ് ചെയ്തത്. ഇതിലൂടെ കർഷകന് കിട്ടേണ്ടിയിരുന്ന ആനുകൂല്യം പോലും സംസ്ഥാന സർക്കാർ മുടക്കിയെന്ന് പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. 2019-20 കിലോയ്ക്ക് 8.8 രൂപ ആയിരുന്നു നമ്മൾ കൊടുത്തുകൊണ്ടിരുന്നത്, ഇല്ലേ? പിന്നെ കേന്ദ്ര ഗവൺമെന്റ് 19 രൂപയിൽ നിന്ന് ഇങ്ങനെ പൈസ വർദ്ധിപ്പിച്ച് 23 രൂപയ്ക്ക്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ ആ കൊടുത്തുകൊണ്ടിരുന്ന തുക നിലനിർത്തുകയല്ലേ ചെയ്തത്. 8 രൂപ 80 പൈസയിൽ നിന്ന് 5 രൂപ 20 പൈസയാക്കി കുറച്ചു. 8 രൂപ 80 പൈസയിൽ നിന്ന് 5 രൂപ 20 പൈസയാക്കി സ്റ്റേറ്റ് കുറച്ചു. അപ്പൊ കേന്ദ്ര ഗവൺമെന്റ് ഇത് വർദ്ധിപ്പിച്ചതിന്റെ തുക കേന്ദ്ര ഗവൺമെന്റ് ഇത് വർദ്ധിപ്പിച്ച എനിക്ക് 2-3 മിനിറ്റ് കൂടി വേണം. കേന്ദ്ര ഗവൺമെന്റ് ഇത് വർദ്ധിപ്പിച്ചതിന്റെ തുക, അതിന്റെ ആനുകൂല്യം ഈ പാവപ്പെട്ട കർഷകർക്ക് കിട്ടിയോ? നമ്മൾ കേന്ദ്രത്തിന് വിമർശിക്കുക. 19 രൂപ ഉണ്ടായിരുന്നത് അവർ 23 രൂപ 20 പൈസയാക്കി അവർ വർദ്ധിപ്പിച്ചപ്പോൾ നമ്മൾ 8 രൂപ 80 പൈസയായിരുന്നത് 5 രൂപ 20 പൈസയാക്കി കുറച്ചു. അപ്പൊ അവര് 19 രൂപ ഉണ്ടായിരുന്ന സമയത്ത് കർഷകർക്ക് കിട്ടിയിരുന്ന 28 രൂപയാണ് ഇപ്പോഴും 23 രൂപ കേന്ദ്ര ഗവൺമെന്റ് ആക്കിയപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതിനാരാ ഉത്തരവാദി? അതിന് സംസ്ഥാന ഗവൺമെന്റാണ് ഉത്തരവാദി. കുട്ടനാട്ടിലും പരിസരത്തും നെല്ലുകൾ സംഭരിക്കാതെ ഇപ്പോഴും കെട്ടിക്കിടക്കുകയാണെന്നും സർക്കാരിന്റേത് കർഷകദ്രോഹ നിലപാടാണെന്നും ആരോപിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്നും ഇറങ്ങിപ്പോയി. ജനം, തിരുവനന്തപുരം.